എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 24-ാമത്തെ സർഗത്തിൽ 8 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്രനും ബാലകന്മാരും കൂടിയിട്ട്, രാമലക്ഷ്മണന്മാരും കൂടിയിട്ട് വഞ്ചിയിൽ കയറിയിട്ട് സിദ്ധാശ്രമത്തിലേക്ക് പോണതിൻ്റെ ഇടയ്ക്ക് സരയൂ നദിയുടെ ഉള്ളിൽ നിന്ന് ഒരു ഭയങ്കരമായിട്ടുള്ള ആലയോലി ശബ്ദം കേട്ടു എന്നാണ്. അതിൻ്റെ കാരണം എന്താണ് അതിന് അങ്ങനെ ഒരു ഒഴുക്ക് വരാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശബ്ദം കേൾക്കാൻ എന്നുള്ളതാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരം പറയാൻ പോവുകയാണ്. 8-ാമത്തെ ശ്ലോകം നോക്കാം. കഥയാമാസ ധർമാത്മാ തസ്യ ശബ്ദസ്യ നിശ്ചയം കൈലാസപർവ്വതേ രാമ മനസാ നിർമ്മിതം പരം. അടുത്ത ശ്ലോകം കൂടി നോക്കാം. 9-ാമത്തേത്. ബ്രഹ്മണാ നരശാർദൂല തേനേദം മാനസംസര തസ്മാത് സുസ്രാവസരസ സായോധ്യാമുപഗൂഹതേ. ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് അടുത്തതിലേക്ക് കടക്കാം. ഇതിങ്ങനെ അടുത്ത ശ്ലോകങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുന്ന ശ്ലോകങ്ങളാണ്. ഇവിടെ പറയാണ് കഥയാമാസ ധർമാത്മാ തസ്യ ശബ്ദസ്യ നിശ്ചയം. എന്താണൊരു ഭയങ്കര ശബ്ദം കേൾക്കണത് എന്ന് ശ്രീരാമൻ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് പറയാണ് തസ്യ ശബ്ദസ്യ നിശ്ചയം ധർമാത്മാ കഥയാമാസ. ആ ശബ്ദത്തിൻ്റെ പ്രഭവം അതെവിടെ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് ആ ധർമാത്മാവായിട്ടുള്ള കൗശികൻ ഇപ്രകാരം പറയാൻ തുടങ്ങി. കൈലാസപർവ്വതേ രാമ മനസാ നിർമ്മിതം പരം ബ്രഹ്മണ. അല്ലയോ ശ്രീരാമ, കൈലാസപർവ്വതത്തിൽ ബ്രഹ്മാവിനാൽ മനസ്സുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതായ, മനസാ നിർമ്മിതം പരം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെട്ടതായ മാനസം എന്നു പേരുള്ള ഒരു സരസ്സുണ്ട്. ബ്രഹ്മണ നരശാർദൂല തേനേദം മാനസംസര. അല്ലയോ നരശാർദൂല, നരന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീരാമ, ബ്രഹ്മാവ് മനസ്സുകൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ളൊരു തടാകം കൈലാസപർവ്വതത്തിൻ്റെ അടുത്തുണ്ട്. അത് മനസ്സുകൊണ്ടുണ്ടാക്കിയതാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പേര് മാനസംസര എന്നാണ്, മാനസ സരസ് എന്നാണ്. തസ്മാത്, ആ മാനസ സരസിൽ നിന്നും, തസ്മാത് സരസ, ആ മാനസ സരസിൽ നിന്നും, സാ എന്ന് പറഞ്ഞാൽ ആ നദി, ഏതായിരുന്നു നദി? സരയൂ നദി. ആ നദി സുസ്രാവ എന്ന് വെച്ചാൽ ഒഴുകി വന്നു. അങ്ങനെ ഒഴുകി വന്നതിന് ശേഷം അയോധ്യാം ഉപഗൂഹതേ, അയോധ്യയെ വലയം ചെയ്തുകൊണ്ട്, അയോധ്യയ്ക്ക് ഒരു വളയം തീർത്തുകൊണ്ട്, അയോധ്യയ്ക്ക് ചുറ്റും ഒഴുകിക്കൊണ്ട് സാഗരത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ ഒഴുകുന്ന സരയൂ നദി പിന്നെ എന്ത് ചെയ്യുന്നു? അതാണ് 10-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. സരഃ പ്രവൃത്ത സരയൂ പുണ്യ ബ്രഹ്മസരശ്ച്യുത തസ്യായമതുല ശബ്ദോ ജാഹ്നവീമഭിവർത്തതേ. സരഃ പ്രവൃത്ത സരയൂഹു, സരസിൽ നിന്നുണ്ടായവളാണ് എന്നുള്ള അർത്ഥത്തിലാവണം ആ വാക്ക്, ആ അക്ഷരങ്ങളൊക്കെ ചേർത്തിട്ട് തന്നെ സരയൂ എന്നവൾക്ക് നാമകരണവും ചെയ്തു. ബ്രഹ്മസരശ്ച്യുത, ആ പുണ്യയായിട്ടുള്ള ബ്രഹ്മസരസിൽ നിന്ന് പുറപ്പെടുന്നവളായിട്ടുള്ള ആ സരയൂ നദി, അതിൻ്റെ അതുലമായിട്ടുള്ള ശബ്ദമാണ് നമ്മളിപ്പോൾ കേൾക്കണത്. ഗംഗാനദിയുമായിട്ട് ചേരുമ്പോൾ ആ ചേരണ ശബ്ദമാണ് ഇത്ര വലിയ ശബ്ദം. അതായത് ഗംഗാനദിയും സരയൂ നദിയും തമ്മിൽ ചേരുന്ന ഭാഗത്ത് നിന്നാണ്, അവിടെ നിന്നുള്ള ഓളം വെട്ടലിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ കേൾക്കണത്. ഗംഗാനദി മാത്രമല്ല, സരയൂ നദിയും വന്ന് ചേരുന്നുണ്ട്. അവയുടെ സംഗമസ്ഥാനത്ത് നിന്ന് കേൾക്കണ ശബ്ദമാണ് ഏറ്റവും ഭീതിതമായിട്ട്, വളരെ വലിയ ശബ്ദമായിട്ട് കേൾക്കണത്. അതാണ് തസ്യായ മതുല ശബ്ദോ ജാഹ്നവീം അഭിവർത്തതേ. ജാഹ്നവിയോട്, ജാഹ്നവി എന്ന് വെച്ചാൽ ഗംഗയാണ്, ജഹ്നു മഹർഷിയുടെ പുത്രിയാണ് ഗംഗ, അതുകൊണ്ടാണ് ജാഹ്നവി എന്ന് പേര് വന്നത്. ആ ജാഹ്നവിയുമായിട്ട് സരയൂ ചേരുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ശബ്ദകോലാഹലങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കണത്. എന്നിട്ട് പറയാണ് 11-ാമത്തെ ശ്ലോകം നോക്കാം. വാരി സംക്ഷോഭജോ രാമ പ്രണാമം നിയതഃ കുരു താഭ്യാം തു താവുഭൗ കൃത്വാ പ്രണാമമതിധാർമ്മികവൂ. എന്നിട്ട് അവരോട് രണ്ടുപേരോടും കൂടിയിട്ട് ആ കൗശികൻ പറയാണ്, അവിടെ ആ നദീ സംഗമത്തെ നമസ്കരിക്കൂ. വാരി സംക്ഷോഭജ നിയതഃ, നിയതഃ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വാരിയുടെ വെള്ളത്തിൻ്റെ സംക്ഷോഭം കൊണ്ടുണ്ടാകുന്ന ആ ഒരു കോളിളക്കങ്ങൾ, തിരയിളക്കങ്ങൾ ഇവിടെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ രണ്ട് നദികളും
വളരെ പുണ്യമായിട്ടുള്ള നദികളാണ്. സരയൂ നദിക്ക് രഘുവംശവുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. ധാത്രിയാണെന്നാണ് ശ്രീരാമൻ പറയണത്. കുറേ കാലത്തെ, അതായത് വനവാസത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഒരു വളർത്തമ്മയെ പോലെ സരയൂ നദിയെ ശ്രീരാമൻ കാണുന്ന ദൃശ്യങ്ങൾ രഘുവംശത്തിൽ പറയുന്നുണ്ട്. അത്രയ്ക്ക് പ്രധാനപ്പെട്ട നദിയാണ് സരയൂ. ഗംഗയ്ക്കും അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട്. ഏറ്റവും പുണ്യപുരാതനമായിട്ടുള്ള നദിയാണ്. കൈലാസപർവ്വതത്തിൽ നിന്ന് തന്നെയാണ് അത് ഒഴുകി വരുന്നത്. അങ്ങനെയുള്ളതായ രണ്ട് നദികളും ഏറ്റവും ശ്രേഷ്ഠങ്ങളായിട്ടുള്ള നദികളാണ്. അവയെ നമസ്കരിക്കുക തന്നെ വേണം എന്ന് രാമനോട് പറയാണ്. പ്രണാമം കുരു, ആ രണ്ട് നദീ സംഗമങ്ങളെയും പ്രണമിക്കൂ. താഭ്യാം തു താവുഭൗ കൃത്വ പ്രണാമം അതിധാർമികൗ തൗ ഉഭൗ. ആ രണ്ട് ധാർമ്മികന്മാരായിട്ടുള്ള രാജകുമാരന്മാർ രണ്ടുപേരും താഭ്യാം, ആ രണ്ട് നദികൾക്കുമായിട്ട് ഗംഗയ്ക്കും സരയൂവിനുമായിട്ടുള്ള നമസ്കാരം കൊടുക്കുകയും ചെയ്തു. എന്നിട്ടോ അതിനുശേഷം 12ാമത്തെ ശ്ലോകം നോക്കാം. തീരം ദക്ഷിണമാസാദ്യ ജഗ്മദുർലഘുവിക്രമോ സവനം ഘോരസങ്കാശം ദൃഷ്ട്വാ നരവരാത്മജ. 13ാമത്തെ ശ്ലോകം കൂടി ചേർത്ത് പറയാം. അവിപ്രഹതമൈക്ഷ്വാഗഃ പപ്രച്ഛ മുനിപുംഗവം അഹോ വനമിദം ദുർഗം ഛില്ലികാഗണസംയുതം. തീരം ദക്ഷിണമാസാദ്യ, അങ്ങനെ ആ നദികളെ വന്ദിച്ചിട്ട് നദീസംഗമം ഒക്കെ കണ്ട് നദികളെ വന്ദിച്ച് അവർ അതിൻ്റെ ദക്ഷിണം തീരം, തെക്കേ തീരത്തേക്ക് എത്തി. വടക്ക് നിന്ന് തെക്കോട്ട് അവർ ആ നദി മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് എത്തി, തരണം ചെയ്ത് അപ്പുറത്തേക്ക് എത്തി. അപ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ആയിരിക്കണം നദികൾ ഒഴുകണത്. അങ്ങനെ തെക്കേ തീരത്തെത്തിയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് രണ്ട് ബാലകന്മാരും, ഇക്ഷ്വാകു വംശന്മാരായിട്ടുള്ള രണ്ട് ബാലകന്മാരും ആ വഴിയിലൂടെ വിശ്വാമിത്രനൊപ്പം നടക്കാൻ തുടങ്ങി. ജഗ്മദുർ ലഘുവിക്രമവും. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു കൊടുങ്കാട് അവരുടെ മുമ്പിൽ എത്തിപ്പെട്ടു. അതായത് നടന്ന് അവരൊരു വലിയ കാട്ടിലെത്തി. ആ കാട് കണ്ടപ്പോൾ, അതാണ് സവനം ഘോരസങ്കാശം, ഏറ്റവും പേടിപ്പെടുത്തുന്നതും, അതായത് അതിൻ്റെ ആ ഒരു കാടിൻ്റെ ഒരു തീക്ഷ്ണത ഉണ്ടല്ലോ. നിറയെ മരങ്ങൾ, ജനാവാസം ഇല്ല, മനുഷ്യരാരും ഇല്ല, അങ്ങനെ പേടിപ്പെടുത്തുന്നതായിട്ടുള്ളൊരു വനം കണ്ടപ്പോൾ നരവരാത്മജ, ആ രാജപുത്രനായിട്ടുള്ള ശ്രീരാമൻ അത് കണ്ടിട്ട് ചോദിക്കുകയാണ്. അവിപ്രഹതം ഐക്ഷ്വാഗഃ പപ്രച്ഛ. ശ്രീരാമൻ ആ മുനി പുങ്കവനോട്, അതായത് വിശ്വാമിത്രനോട് പപ്രച്ഛ ചോദിച്ചു. എന്താണ് ഐക്ഷ്വാകഹ എന്ന് വെച്ചാൽ ഇക്ഷ്വാകു വംശത്തിൽ പിറന്നവനായ ആ ശ്രീരാമൻ മുനിപുങ്കവനോട് അവിപ്രഹതം വനം, അതായത് ആരും അതിൽ പ്രവേശിക്കാത്തതായ, ആളനക്കമില്ലാത്തതായ, പേടിപ്പെടുത്തുന്നതായ കാട് കണ്ടിട്ട് ചോദിക്കുകയാണ്. അഹോ വനമിദം ദുർഗം. അയ്യോ അത്ഭുതം തന്നെ, ഈ ഒരു കാട്ടിലേക്ക് കടന്നു പോകാൻ തന്നെ എന്തൊരു പ്രയാസമാണ്. അതാണ് ദുർഗം. ദുർഗം എന്ന് വെച്ചാൽ ദുഃഖേന ഗന്തും ശക്യം, വേഗം അങ്ങോട്ട് കയറി കടന്നു പോകാനൊന്നും പറ്റണ കാടല്ല ഇത്. മാത്രമല്ല ചില്ലികാഗണ സംയുതം. ചില്ലിക എന്ന് പറഞ്ഞാൽ മണ്ണട്ടകൾ, ചീവീടുകളുടെ ശബ്ദം തീവ്രമായിട്ട് ഇങ്ങനെ കേൾക്കാനുണ്ട്. അങ്ങനത്തെ ഒരു വലിയ കാടാണല്ലോ നമ്മുടെ മുമ്പിൽ കാണുന്നത്. ചില്ലിക എന്ന് പറഞ്ഞാൽ മണ്ണട്ടയാണ്, ചീവീട്. കഠിനമായിട്ടുള്ള നല്ല തിങ്ങി നിറഞ്ഞ മരങ്ങളോട് കൂടിയ കാടാണ്. ചീവീടുകളുടെ ശബ്ദം ധാരാളമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് ശ്രീരാമൻ പറയാണ്. മാത്രമല്ല 14ാമത്തെ ശ്ലോകം നോക്കാം. ഭൈരവൈഃ ശ്വാപദൈഃ കീർണം ശകുന്തൈർദാരുണാരവൈഃ നാനാപ്രകാരൈർശകുനൈഃ വാശ്യദ്ഭിർഭൈരവസ്വനൈഃ. അതുപോലെ തന്നെ അടുത്ത ശ്ലോകം കൂടി നോക്കാം. സിംഹവ്യാഘ്രവരാഹൈശ്ച വാരണൈശ്ചാഭിശോഭിതം ധവാശ്വകർണകകുഭൈഃ ബില്വതിന്ദുകപാടലൈഃ. 16ാമത്തെ ശ്ലോകം കൂടി പറയാം. സങ്കീർണം ബദരീഭിശ്ച കിം നിദം ദാരുണം വനം തമുവാച മഹാതേജ വിശ്വാമിത്രോ മഹാമുനി. ആ കാടിനെ പറ്റിയിട്ടുള്ള വർണ്ണനയാണ് 3 ശ്ലോകത്തിലായിട്ട് പറയണത്. ഈ കാട്ടിൽ മണ്ണട്ടകൾ ധാരാളമുണ്ട്, ചീവീടുകൾ ധാരാളമുണ്ട് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഭൈരവൈഹി ശ്വാപദൈഹി കീർണം. ഭൈരവന്മാരെന്ന് വെച്ചാൽ പേടിപ്പിക്കുന്നതായ ഹിംസ്ര ജന്തുക്കൾ. ശ്വാപദങ്ങളെന്ന് വെച്ചാൽ പുലി, സിംഹം, കരടി തുടങ്ങിയിട്ടുള്ളതായ ഭക്ഷിക്കുന്നവരായിട്ടുള്ള മൃഗങ്ങളെ ധാരാളമായിട്ട് കാണാനുണ്ട്. അതുപോലെ പേടിപ്പെടുത്തുന്ന ശബ്ദമെടുക്കുന്നതായിട്ടുള്ള പക്ഷികൾ. ശകുന്തൈഹി ദാരുണാരവൈഹി,
ദാരുണം എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്നതാണ്. ഘോര ശബ്ദമുണ്ടാക്കുന്നതായ പക്ഷികളെ കാണാനുണ്ട്, ക്രൂരമൃഗങ്ങളെ കാണാനുണ്ട്. ഇനി നാനാപ്രകാരൈഹി ശകുനൈഹി, അങ്ങനെയല്ലാത്ത പേടിപ്പിക്കാത്ത പക്ഷികൾ അതുമുണ്ട്, ചെറിയ തരത്തിലുള്ള പക്ഷികൾ അവയുണ്ട്. അവ ഒക്കെ ഓരോരോ തരത്തിലുള്ള ശബ്ദങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വാശ്യദ്ഭിർഭൈരവസ്വനൈഹി, വാശ്യദ്ഭി എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കുന്നതായിട്ടുള്ള ചില പക്ഷികൾ, ചില വലിയ പക്ഷികൾ, അവയുടെ പറക്കലും അതൊക്കെ കണ്ടാൽ തന്നെ പേടിയാവും. ക്രൂരമൃഗങ്ങളെ കണ്ടാൽ പേടിയാവും, അവയുടെ ഒച്ച കേട്ടാൽ പേടിയാവും. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ ദാരുണമായിട്ടുള്ള കാട് അത് ഏത് കാടാണ്? അവയുടെ പേരൊക്കെ ഒന്നുകൂടി എടുത്ത് പറയാണ്. സിംഹം, വ്യാഘ്രം, വരാഹം, വാരണം. സിംഹങ്ങൾ, വ്യാഘ്രങ്ങളെന്ന് വെച്ചാൽ കടുവകൾ, വരാഹങ്ങൾ, പന്നിക്കൂറ്റന്മാർ, അതുപോലെ തന്നെ വാരണങ്ങൾ, വലിയ വലിയ കാട്ടാനകൾ, ഇവയൊക്കെ നിറഞ്ഞതായിട്ടുള്ള, അവയൊക്കെ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്നതായിട്ടുള്ള ഈ കാട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മരങ്ങളുണ്ട് ഇവിടെ. ധവ, അശ്വകർണ, കകുഭ, ബില്വ, തിന്തുക, പടലൈഹി. ഇതിൻ്റെ മുഴുവനൊന്നും പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ ഇതിൽ കൊടുത്തിട്ടില്ല വ്യാഖ്യാനത്തിലൊന്നും. കകുഭം, ബില്വം എന്ന് പറഞ്ഞാൽ കൂവളമാണ്, തിന്തുകം, പാടലം എന്ന് പറഞ്ഞാൽ പാച്ചോറ്റി, ബദരി എന്ന അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇലന്ത മരം. അങ്ങനെ ധാരാളം കാട്ടുമരങ്ങൾ ഇവിടെ. മരുത്, നീർമരുത്, കൂവളം, തിന്തുകം, പനച്ചി എന്ന് പറയുന്നുണ്ട്, പാതിരി, എലന്ത തുടങ്ങിയിട്ടുള്ളതായ വൃക്ഷങ്ങൾ നിറച്ച് വളർന്ന് ഒരു കാലടി വയ്ക്കാൻ പോലും സ്ഥലമില്ലാത്തതായ അത്രയ്ക്ക് ഘോരമായ തിങ്ങി നിറഞ്ഞ മരങ്ങൾ, അതുപോലെ തന്നെ പുല്ലും വള്ളികളും കാട്ടുമൃഗങ്ങളുമൊക്കെ തിങ്ങി നിറഞ്ഞതായിട്ടുള്ള ഒരു പ്രദേശം, കാട്. ഇത് ആരുടെ കാടാണ്? സങ്കീർണം ബദരീഭിശ്ച കിം ദ്വിധം ദാരുണം വനം. ഈ ഭാഗത്ത് ഇത്ര വലിയൊരു ദാരുണമായിട്ടുള്ള കാട് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുകയാണ്. അപ്പം അത് കേട്ടപ്പോൾ തമുവാച മഹാതേജ വിശ്വാമിത്രോ മഹാമുനി. മഹാതേജസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ, മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രൻ അതിന് മറുപടി പറയാൻ ആരംഭിച്ചു എന്നുള്ളതാണ്. അടുത്ത ദിവസം തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിൽ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അത് ഏത് കാടാണ്, അതിൻ്റെ പേരെന്താണെന്നുള്ളതൊക്കെ വിസ്തരിച്ച് അടുത്ത ദിവസം കാണാം. ഇന്നത്തെ ശ്ലോകങ്ങൾ നമുക്കൊന്നുകൂടി ചൊല്ലി നോക്കാം. കഥയാമാസ ധർമാത്മാ തസ്യ ശബ്ദസ്യ നിശ്ചയം കൈലാസപർവ്വതേ രാമ മനസാ നിർമ്മിതം പരം ബ്രഹ്മണാ നരശാർദൂല തേനേദം മാനസംസര തസ്മാത് സുസ്രാവസരസസ്സായോധ്യാമുപഗൂഹത്തെ സരഃ പ്രവൃത്താ സരയൂഃ പുണ്യാ ബ്രഹ്മസരശ്ച്യുതാ തസ്യായമതുലശബ്ദോ ജാഹ്നവീമഭിവർത്തത്തെ വാരിസംക്ഷോഭജോ രാമ പ്രണാമം നിയതഃ കുരു താഭ്യാം തു താവുഭൗ കൃത്വാ പ്രണാമമതിധാർമ്മികൗ തീരം ദക്ഷിണമാസാദ്യ ജഗ്മദുർലഘുവിക്രമൗ സവനം ഘോരസങ്കാശം ദൃഷ്ട്വാ നരവരാത്മജ അവിപ്രഹതമൈക്ഷ്വാക പപ്രച്ഛമുനിപുംഗവം അഹോ വനമിദം ദുർഗം ഛില്ലികാഗണസംയുതം ഭൈരവൈശ്വാപദൈകീർണം ശകുന്തൈർദാരുണാരവൈः നാനാപ്രകാരൈർശകുനൈർവാശ്യദ്ഭിർഭൈരവസ്വനൈः സിംഹവ്യാഘ്രവരാഹൈശ്ച വാരണൈശ്ചാഭിശോഭിതം ധവാശ്വകർണകകുഭൈർബില്വതിന്ദുകപാടലൈः സങ്കീർണം ബദരീഭിശ്ച കിം ദ്വിധം ദാരുണം വനം തമുവാച മഹാതേജ വിശ്വാമിത്രോ മഹാമുനി. ശ്ലോകങ്ങളെല്ലാം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.